ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡും നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഒന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ല ചൂടായ ഒരു പാനിലേക്ക് നമുക്കൊരു 5 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ഇതേ നല്ലപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഓവറായിട്ട് പഴുത്തിട്ടുള്ളതൊന്നും എടുക്കരുത്. ഈ ഒരു പഴുപ്പിലുള്ള നേന്ത്രപ്പഴം വേണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇനി നല്ലപോലെ നമുക്ക് ആ ഓയിൽ ഇതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു നല്ല ഗോൾഡ് കളറാകുമ്പം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുന്തിരിയാണ്. അതിപ്പോൾ ഞാനിത് ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയതും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര അതിൽ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഓയിൽ ആദ്യം ഒഴിക്കുന്നതിന് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. അടുത്തതിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട എടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അവ മൂന്നും മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വിസ്കൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്, പെട്ടെന്നൊന്ന് മിക്സ് ആക്കി കിട്ടാൻ. അപ്പോൾ ഇത്രയും മതി. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ബ്രെഡാണ്. ഇപ്പം ഞാനിവിടെ ഇത്രയും ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാം. നമ്മൾ ഈ തയ്യാറാക്കുന്ന പാത്രത്തിൽ ആദ്യം ഒരു 3 ടീസ്പൂൺ അളവിൽ ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ താഴ്ഭാഗം നല്ലപോലെ തന്നെ നമ്മൾ ബ്രെഡ് കൊണ്ട് ഒന്ന് കവർ ചെയ്തേക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ എൻ്റെ താഴ്ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ടയുടെ മിക്സർ ഒഴിച്ചു കൊടുക്കാം. സൈഡിലൊക്കെ നല്ലപോലെ തന്നെ നിങ്ങൾ മുട്ടയുടെ മിക്സർ ഒഴിച്ചു കൊടുക്കാം. എങ്കിലേ നല്ല ശരിയായിട്ട് നമുക്ക് ഈ സ്നാക്ക് കിട്ടുകയുള്ളൂ. ഇനി അതിലേക്ക് ബനാനയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തീ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക. അപ്പോൾ ഞാൻ ബനാനയുടെ ഫില്ലിങ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇതും നേരത്തെ പോലെ തന്നെ നല്ലപോലെ കവർ ചെയ്തിട്ട് ബ്രെഡ് നിങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ അതൊന്ന് സെറ്റായിട്ട് ഇരിക്കുന്നതാണ്. ഇനി അതിലേക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സറും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുട്ടയുടെ മിക്സറിലും പഞ്ചസാര മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ബ്രെഡിനും ആ നേന്ത്രപ്പഴത്തിൻ്റെ ഫില്ലിങ്ങിനും നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. ഓവർ മധുരം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നല്ലൊരു ബ്രൗൺ കളറായിരുന്നു. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പോളയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.